Good morning, Ramya madam. Good morning, sir.
Good morning, all. Good morning. Good morning. Good morning. Good morning, all. Good morning. Good morning. Good morning to all. The meeting in connection with the 7 a.m. morning drive is here by call to order. Welcome speech by Chairman. Good morning to all. ഇന്നത്തെ നമുക്ക് സെഷൻ എടുക്കാൻ വേണ്ടി നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായ JFM രമ്യ പ്രകാശ് ആണ്. അദ്ദേഹത്തിന് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ എല്ലാമായ സോണിന്റെ അഭിമാനമായ ZP മാഡം PPP KS ചിത്ര മാഡത്തിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ഒരു മോർണിംഗ് ഡ്രൈവ് എന്ന ആശയം സോണിലെത്തിക്കുകയും അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്റ്റഡി ട്രെയിനിങ് ഇഷാൻ സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ ഇന്ന് വന്നിട്ടുള്ള ഈ സെഷനിൽ ഇതുവരെ എത്തിയിട്ടുള്ളതും ഇനി വരാനുള്ളതുമായ എല്ലാ JC ആൻഡ് നോൺ JC മെമ്പർമാരെയും ലീഡേഴ്സിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. The 7 a.m. morning drive online session floor for viewer. Ramya madam. Yes, sir. Thank you. Welcome. A very good morning to one and all. First of all, ഈ ഒരു രാവിലെ 7 മണിയാണ്. എല്ലാവരുടെയും പ്രൈം ടൈം ആണ്. പ്രത്യേകിച്ച് ഇന്ന് വർക്കിംഗ് ഡേ ആണ്. അപ്പോ ഇന്ന് ഈ ഒരു സമയത്ത് ഇത്രയും പാർട്ടിസിപ്പൻസ് ഇവിടെ പ്രസന്റ് ആയതിൽ വളരെയധികം സന്തോഷം. ആദ്യം തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് സോൺ ഡയറക്ടർ ട്രെയിനിങ്ങിനോട് ഒരു താങ്ക്സ് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ള ഈ ഒരു 7 AM മോർണിംഗ് ഡ്രൈവ്, അതായത് നമ്മുടെ സോൺ 28 പിറവി എടുത്തത് മുതൽ തന്നെ ഉണ്ട് നമ്മളുടെ ഈ ഒരു 7 AM മോർണിംഗ് ഡ്രൈവ് എന്ന് പറയുന്നത്. രാവിലത്തെ ഒരു പ്രൈം ടൈം, എല്ലാവരുടെയും ഈ ഒരു പ്രൈം ടൈം ഏറ്റവും മനോഹരമാക്കാനായിട്ട്, അല്ലെങ്കിൽ അന്നത്തെ ഒരു ദിവസം ഏറ്റവും മനോഹരമാക്കാനായിട്ട് സഹായിക്കുന്ന ഈ ഒരു 7 AM മോർണിംഗ് ഡ്രൈവിന് ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത നമ്മുടെ സോൺ പ്രസിഡന്റ്, സോൺ ഡയറക്ടർ ട്രെയിനിങ് ആൻഡ് എൻറ്റയർ ട്രെയിനിങ് ടീം എല്ലാവർക്കും ഉള്ളൊരു താങ്ക്സും ഒരു അപ്രിസിയേഷനും നൽകാൻ കൂടി ഞാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് തോന്നുന്നു. ഒരു ഇന്ററാക്റ്റീവ് സെഷൻ, ഒരു ഓൺലൈൻ ട്രെയിനിങ് സെഷൻ എത്രത്തോളം ഇന്ററാക്റ്റീവ് ആക്കാൻ പറ്റും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്നിരുന്നാലും ഒരു ഇന്ററാക്റ്റീവ് സ്റ്റൈലിൽ ഈ ഒരു ട്രെയിനിങ് സെഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരുടെയും ഒരു കോപ്പറേഷൻ, എല്ലാവരുടെയും ഒരു സഹകരണം പ്രതീക്ഷിക്കുകയാണ്. നമ്മളുടെ ഇന്നത്തെ ഒരു ടോപ്പിക്, ഇന്നത്തെ ഒരു ട്രെയിനിങ്ങിന്റെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാപ്പിനെസ് ഈസ് ഓൾവേസ് എ ചോയ്സ്. ഹാപ്പിനെസ് ഇസ് യുവർ ചോയ്സ് എന്നുള്ളതാണ്. ഹാപ്പിനെസ്, സന്തോഷം, അത് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പുതുതായിട്ട് ഒരാളെ കാണുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് എന്താണ്, ഹാപ്പി അല്ലേ എന്നാണ് നമ്മൾ എല്ലാവരോടും ചോദിക്കുന്നത് അല്ലേ. അതുപോലെ നമ്മൾ ഒരാളെ വിഷ് ചെയ്യുമ്പോൾ ഹാപ്പി ആയിട്ടിരിക്കൂ, ബി ഹാപ്പി. അപ്പോൾ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ എന്നും എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ ഹാപ്പിനെസിന്റെ ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്, ഹാപ്പിനെസ് എന്നുള്ളതിന് ചിലപ്പോ എന്റെ ഹാപ്പിനെസ് ആയിരിക്കില്ല നിങ്ങളുടെ ഇവിടെയുള്ള ഓരോരുത്തരുടെയും ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഓരോരുത്തരുടെയും ഹാപ്പിനെസ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഞാൻ ഹാപ്പിനെസ് കണ്ടെത്തുന്ന കാര്യത്തിലായിരിക്കില്ല നിങ്ങൾ ഓരോരുത്തരും ഹാപ്പിനെസ് കണ്ടെത്തുന്നത്. അപ്പൊ ഈ ഹാപ്പിനെസ്സിന് ഓരോരുത്തരും കൊടുക്കുന്ന നിർവചനം എന്ന് പറയുന്നത് പലതാണ്. എന്തൊക്കെ ആയിരുന്നാലും ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യനിലൂടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഒരു ഇന്ററാക്ഷൻ ഉദ്ദേശിച്ചിട്ടാണ്, മറ്റൊന്നുമല്ല. നിങ്ങൾ ഹാപ്പിയാണ് എന്ന് നിങ്ങൾ പറയുന്നത് എപ്പോഴാണ്? വെൻ ഡു യു സേ ദാറ്റ് യു ആർ ഹാപ്പി? ഒന്ന് ചാറ്റ് ബോക്സ് യൂസ് ചെയ്ത് ഒന്ന് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരുന്നു.
നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾ ഹാപ്പിയാണ് എന്ന് പറയുന്നത്? when do you say that you are happy? നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുമ്പോ, നമുക്ക് കിട്ടുമ്പോ. യെസ്, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ നേടിയെടുക്കുമ്പോൾ നമ്മൾ ഹാപ്പിയാണ് എന്നാണ് ചന്ദ്രിക മാഡം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. താങ്ക് യു മാഡം ഫോർ യുവർ റെസ്പോൺസ്. നെക്സ്റ്റ് വേറൊരാൾ കൂടി പ്ലീസ്. നമ്മളും നമുക്ക് ചുറ്റുമുള്ളവരും ഹാപ്പി ആയിരിക്കുമ്പോൾ നമ്മൾ ഹാപ്പി ആവാറുണ്ട്. യെസ്, ദാറ്റ് ഇസ് അനദർ പെർസ്പെക്റ്റീവ്. നമ്മളും നമ്മളുടെ ചുറ്റുമുള്ളവരും ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മൾ ഹാപ്പി ആവുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് എന്നാണ് സൗമ്യ മാഡം പറഞ്ഞിട്ടുള്ളത്. യെസ്, സപ്പോർട്ടിങ് അതേഴ്സ് എന്ന് സമീറ മാഡം പറഞ്ഞിട്ടുണ്ട്. അതാണ് സമീറ മാഡത്തിന്റെ ഹാപ്പിനെസ്, സപ്പോർട്ടിങ് ആൻഡ് ഹെൽപ്പിംഗ് അതേഴ്സ്. ഓക്കെ, താങ്ക് യു. ഇതന്നെയാണ് എനിക്കും പറയാനുള്ളത്. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അവരുടെ മുഖത്ത് ഉണ്ടാവുന്ന ചിരി, നമ്മളെ കാരണമാണ് ആ ചിരി വന്നതെന്ന് ഉണ്ടാവുമ്പോൾ ഒരു സന്തോഷമുണ്ട്, ഹാപ്പിനെസ് ഉണ്ടാവാറ്. യെസ്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നതാണ് നമ്മളുടെ സന്തോഷം, അല്ലെ? എന്നാണ് സുഭാഷ് സാറും പറയുന്നത്. എന്ന ഒരു അഭിപ്രായത്തിലാണ് സുഭാഷ് സാർ നിൽക്കുന്നത്. അപ്പോൾ ഹാപ്പിനെസ്സിന് 4 പേരാണ് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ 4 പേരും വ്യത്യസ്തമായിട്ടുള്ള 4 അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പക്ഷെ ഒരു രാത്രി യാതൊരു ടെൻഷനും കൂടാതെ, എല്ലാ രാത്രികളിലും ഒരു ടെൻഷനും കൂടാതെ, യാതൊരു വറീസും ഇല്ലാതെ, വേറെ മെഡിക്കേഷന്റെ സ്ലീപ്പിംഗ് പിൽസിന്റെ ഒന്നും സഹായമില്ലാതെ സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കുകയാണ് നമുക്ക് എന്നുണ്ടെങ്കിൽ, വിച്ച് മീൻസ് നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല, നമുക്ക് യാതൊരു വറീസും ഇല്ല, അപ്പോഴാണല്ലോ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നത്. ദാറ്റ് ഇസ് ഓൾസോ ഹാപ്പിനെസ്. അതും ഹാപ്പിനെസ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഹാപ്പിനെസ് എന്നുള്ളതിന് പലരും കൊടുക്കുന്ന ഒരു അർത്ഥം അല്ലെങ്കിൽ നിർവചനം എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫറെന്റ്. എന്തൊക്കെയായിരുന്നാലും നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഹാപ്പിനെസ് ഇസ് എ ചോയ്സ് എന്നുള്ളതാണ്. യു കാൺ വെയിറ്റ് ഫോർ സർക്കംസ്റ്റാൻസസ് ടു ഗെറ്റ് ബെറ്റർ, അല്ലെ? എന്റെ സാഹചര്യം ഇപ്പൊ ഹാപ്പി ആയിട്ടിരിക്കാൻ ശരിയല്ല, അതുകൊണ്ട് സർക്കംസ്റ്റാൻസസ്, സാഹചര്യങ്ങളൊക്കെ ശരിയാവട്ടെ എന്നിട്ട് ഞാൻ ഹാപ്പി ആവാം എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാഹചര്യങ്ങളെല്ലാം എപ്പോഴും ശരിയായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാവില്ല. സോ യു ഹാവ് ടു ക്രിയേറ്റ് യുവർ ഓൺ ഗുഡ് ഫോർച്യൂൺ. നിങ്ങളുടെ നല്ല ഫോർച്യൂൺ എന്നുള്ളത് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. നമ്മളുടെ ഗുഡ് ഫോർച്യൂൺ എന്ന് പറയുന്നത് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. സോ വി ഷുഡ് ലുക്ക് ഫോർ വേസ് ടു ബി ഹാപ്പി എവറി ഡേ. അതിനായിട്ട് നമ്മളായിട്ടാണ്, നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളാണ് അതിനായിട്ടുള്ള വഴികൾ കണ്ടെത്തേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, നോ പേഴ്സൺ വിൽ മേക്ക് യു ഹാപ്പി അൺലെസ് യു ഡിസൈഡ് ടു ബി ഹാപ്പി. നിങ്ങളെ ഹാപ്പി ആയിരിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കാതെ ഒരാൾക്കും നിങ്ങളെ ഹാപ്പി ആക്കി വെക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതിനായിട്ട് നമ്മൾ തന്നെ വഴി കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ള കുറച്ച് വഴികൾ ഞാൻ സജസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു ട്രെയിനിങ് സെഷനിൽ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൾട്ടിവേറ്റിംഗ് എ പോസിറ്റീവ് മൈൻഡ് സെറ്റ്. പറയാൻ വളരെ എളുപ്പമാണ്, എപ്പോഴും പോസിറ്റീവ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഒക്കെ ആയിട്ട് ഇരിക്കുക എന്നുള്ളത് പറയാൻ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്, കൾട്ടിവേറ്റിംഗ് പോസിറ്റീവ് മൈൻഡ് സെറ്റ് എന്നുള്ളത്. പക്ഷേ പ്രാക്ടിക്കൽ ആക്കി കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. യുവർ മൈൻഡ് സെറ്റ് ഇസ് എ മാഗ്നറ്റ്. നമ്മളുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റ് മാതിരിയാണ്. നമ്മൾ ബ്ലെസ്സിങ്സിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് മുഴുവൻ ബ്ലെസ്സിങ്സ് ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം നമ്മൾ പ്രോബ്ലംസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അട്രാക്ട് ചെയ്യുന്നതോ പ്രോബ്ലംസ് ആയിരിക്കും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? Always cultivate good thoughts and always remain positive and optimistic. നമുക്ക് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അത് it can lead to a happier life. പക്ഷേ as I have already said, cultivating one isn't easy. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്താ? The first thing is practice positive self-talk. എല്ലാ ട്രെയിനിങ്ങിലും നമ്മൾ കേൾക്കാറുള്ളതാണ് പ്രാക്ടീസ് പോസിറ്റീവ് സെൽഫ് ടോക്ക് എന്നുള്ളത്, അല്ലെ? അതായത് പോസിറ്റീവായിട്ട് നമ്മളെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. യെസ്, അപ്പൊ നമ്മളെ കുറിച്ച് പോസിറ്റീവായിട്ട് നമ്മൾ തന്നെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാ പറയുന്നത്? അപ്പോൾ നമ്മളുടെ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് പോസിറ്റീവ് സെൽഫ് ടോക്ക്. പിന്നീട് റീഫ്രെയിം യുവർ നെഗറ്റീവ് തോട്ട്സ്. നമ്മൾക്ക് എപ്പോഴും നെഗറ്റീവ് തോട്ട്സ് കടന്നു വരരുത് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാലും നെഗറ്റീവ് തോട്ട്സ് വരാതിരിക്കില്ല, അല്ലെ? അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഐ പ്രോബബ്ലി ഫെയിൽ എന്നാണെങ്കിൽ നമുക്ക് അതിനൊന്ന് റീഫ്രെയിം ചെയ്യാം. And we can say to ourselves, there is a chance to learn something new. നമുക്ക് പുതിയതായിട്ട് പഠിക്കാൻ ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളത്, ആ ഒരു I'll probably fail എന്നുള്ളതിനെ നമുക്കൊന്ന് റീഫ്രെയിം ചെയ്തുകൊണ്ട് പറയാനായിട്ട് സാധിക്കും. ഈ ജോലി എനിക്ക് കിട്ടാൻ സാധ്യതയില്ല എന്നാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത എന്നുണ്ടെങ്കിൽ നമുക്കതിനെ റീഫ്രെയിം ചെയ്യാം.
ഐ ഹാവ് ദ സ്കിൽ സെറ്റ് ഫോർ ദ ജോബ് എന്നുള്ളത് ഒന്ന് റീഫ്രെയിം ചെയ്യാം. ഇങ്ങനെ റീഫ്രെയിം ചെയ്തത് കൊണ്ട് നമ്മൾ ഒരിക്കലും യാഥാർത്ഥ്യത്തെ ഇഗ്നോർ ചെയ്യുന്നതല്ല. ഈ ഒരു റീഫ്രെയിം ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിച്ചത് കൊണ്ട് എപ്പോഴും സക്സസ് ഗ്യാരണ്ടീഡ് അല്ല. പക്ഷേ ദറ്റ്സ് ഓക്കെ. കാരണം വി ആർ ട്രൈങ്, നമ്മൾ ട്രൈ ചെയ്യാണ്. നമ്മളുടെ ആ ഒരു നെഗറ്റീവ് തോട്ട്സിനെ റീഫ്രെയിം ചെയ്തുകൊണ്ട് പോസിറ്റീവ് ആക്കാനായിട്ട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. യെസ്, സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റിവിറ്റി. അതായത് നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുക, നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ ചുറ്റുമായിരിക്കും നമ്മളുടെ ചുറ്റും പോസിറ്റിവിറ്റി പടർത്തുന്ന ആളുകളായിരിക്കണം ഉണ്ടാവേണ്ടത്. നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ മാക്സിമം കുറയ്ക്കുക എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണ് എന്നുള്ളത്, പക്ഷേ നമുക്ക് പീപ്പിൾ, അതായത് നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതും നമ്മളെ ഒന്നുകൂടി ഇൻസ്പയർ ചെയ്യുന്നതുമായിട്ടുള്ള ആളുകൾ, ചില ആളുകളോട് നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് വളരെയധികം ഒരു ഇൻസ്പിറേഷൻ കിട്ടാറുണ്ട്. എന്നാൽ ചില ആളുകളോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ അത് ഡ്രെയിൻ ഔട്ട് ആയി പോകും. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യേണ്ടത് നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന, നമ്മളെ എൻകറേജ് ചെയ്യുന്ന, നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന, നമ്മളെ പോസിറ്റീവായിട്ട് വെക്കുന്ന ആളുകളുമായിട്ടായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എപ്പോഴും നമ്മുടെ വറീസ് എന്ന് പറയുന്നത് പ്രോബ്ലംസിനെ കുറിച്ചിട്ടാണ്. നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രോബ്ലംസിലാണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് ഫോക്കസിങ് ഓൺ പ്രോബ്ലംസ്, ഫോക്കസ് ഓൺ സൊല്യൂഷൻസ്, നോട്ട് പ്രോബ്ലംസ്. ഒരു ചാലഞ്ച് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ ആ ഒരു ചാലഞ്ചിനെ കുറിച്ച് ഓർത്തിരുന്ന് വിഷമിക്കുന്നതിന് പകരം അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തിക്കൊണ്ട് അത് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് ആ ഒരു സൊല്യൂഷൻ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഹാപ്പിനെസ് ഇസ് എ ചോയ്സ് എന്ന് നേരത്തെ പറഞ്ഞു. ഹാപ്പിനെസ് ഒരു ചോയ്സ് ആണെങ്കിൽ യു കനോട്ട് ചൂസ് വാട്ട് ഹാപ്പൻസ്. നമ്മളുടെ ചുറ്റും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് യു ക്യാൻ ചൂസ് യുവർ റിയാക്ഷൻ ടു ഇറ്റ് ആൻഡ് ബി ഹാപ്പി. നമ്മൾ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത്, നമ്മൾ ആ ഒരു സിറ്റുവേഷനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത്, ദാറ്റ് ഇസ് അണ്ടർ അവർ കൺട്രോൾ. അത് നമ്മളുടെ കൺട്രോളിലുള്ളതാണ്. അപ്പോൾ ആ ഒരു റിയാക്ട് ചെയ്യുന്ന ഒരു രീതി, ഒരു മോഡ് മാറ്റിക്കൊണ്ട് വി ക്യാൻ ബി ഹാപ്പി എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, become less reactive and more responsive. Let me repeat. Become less reactive and more responsive. Reactivity കുറച്ചുകൊണ്ട് റെസ്പോൺസീവ് ആയിരിക്കുക. Less reactive and more responsive. ഒന്ന് ആർക്കെങ്കിലും പറയാമോ, what is the difference between റിയാക്റ്റീവ് ആൻഡ് റെസ്പോൺസീവ് മോഡ്? ഈ റിയാക്റ്റീവും റെസ്പോൺസീവും മോഡ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? നമ്മൾ ട്രാഫിക്കിലൊക്കെ പെടുന്ന സമയത്ത് ചിലപ്പോ ചിലര് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടികൾ കൊണ്ടുപോകുന്ന സമയത്ത് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുമ്പോ ഉണ്ടാവുന്ന ഒരു ഇതുണ്ടല്ലോ, ആ സമയത്ത് റിയാക്ട് ചെയ്യാണ് അല്ലെ, ആ ഒരു സിറ്റുവേഷൻ റിയാക്ട് ചെയ്യുന്നതാണ്. നേരെ മറിച്ച് റെസ്പോണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ റിലാക്സ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് അല്ലെ. യെസ്, ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിയാക്ടിങ്, അതായത് റിയാക്റ്റീവ് ആൻഡ് റെസ്പോൺസീവ് മോഡ്. താങ്ക് യു ചന്ദ്രിക മാഡം ഫോർ യുവർ റെസ്പോൺസ്. നമ്മൾ ബിസിനസ്സിലായാലും നമ്മൾ ജീവിതത്തിലായാലും നമുക്ക് രണ്ട് സൈക്കോളജിക്കൽ മോഡുകളായിരിക്കും. അതായത് മിക്ക സമയങ്ങളിലും നമുക്കുള്ളത് രണ്ട് സൈക്കോളജിക്കൽ മോഡുകളാണ്. ഒന്ന് നേരത്തെ ചന്ദ്രിക മാഡം പറഞ്ഞ മാതിരി നമ്മുടെ ഒരു റിയാക്റ്റീവ് മോഡ്, ചില സിറ്റുവേഷൻസിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ അത് റിയാക്ട് ചെയ്തു പോകുന്നതാണ്. വൺ ഇസ് റിയാക്റ്റീവ് മോഡ് ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് റെസ്പോൺസീവ് മോഡ്. ഈ റിയാക്റ്റീവ് മോഡിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ്ഫുൾ ആണ്, നമ്മൾ വളരെയധികം സ്ട്രെസ്ഡ് ആണ്. ആ ഒരു സിറ്റുവേഷൻ നമ്മളെ വളരെയധികം സ്ട്രെസ്സിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നമ്മളുടെ ജഡ്ജ്മെന്റ്സ് ഒക്കെ പറയുന്നത് വളരെ ക്വിക്ക് ആയിരിക്കും. വി ആർ ക്വിക്ക് ടു ജഡ്ജ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വിവേചന ബുദ്ധി തന്നെ നമുക്ക് നഷ്ടപ്പെടുകയാണ്. പല കാര്യങ്ങളും, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അത് പേഴ്സണൽ ആയിട്ടാണ് എടുക്കുന്നത്. നമ്മളുടെ ഒരു ജഡ്ജ്മെന്റ്, നമ്മളുടെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി എല്ലാം അവിടെ തകരാറിലാവുകയാണ്. നമ്മൾ റിയാക്റ്റീവ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് അല്ലെങ്കിൽ മോഡലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കും, പക്ഷെ പിന്നീട് അതോർത്ത് റിഗ്രറ്റ് ചെയ്യും. പിന്നീട് അതോർത്ത് റിഗ്രറ്റ് ചെയ്തത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നോ. നമ്മൾ മറ്റുള്ളവരെ കൂടി ഇറിറ്റേറ്റ് ചെയ്ത്, ഇന്നത്തെ ഒരു ഭാഷയിലൊക്കെ പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കൂടി ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ അവരുടെ ഏറ്റവും ഭീകരമായിട്ടുള്ള ആ ഒരു രൂപമാണ് നമ്മൾ പുറത്തെടുപ്പിക്കുക. നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണല്ലോ മറ്റുള്ളവർ നമ്മളോട് റിയാക്ട് ചെയ്യുന്നത്.
ഇനി നമ്മളുടെ റെസ്പോൺസീവ് മോഡ് ആണ് എന്നുണ്ടെങ്കിലോ, നമ്മൾ റെസ്പോൺസീവ് മോഡിലാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് അവർ മോസ്റ്റ് റിലാക്സ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. നമ്മുടെ ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് നമ്മൾ റെസ്പോൺസീവ് മോഡിലുള്ളത്. കാര്യങ്ങളെല്ലാം പേഴ്സണൽ ആയിട്ട് കാണുന്നതിന് പകരം നമ്മളുടെ ചിന്താഗതി എന്ന് പറയുന്നത് കുറെ കൂടി വിശാലമാണ് അവിടെ. റേദർ ദാൻ ബീങ് റിജിഡ് ആൻഡ് സ്റ്റബോൺ, അതായത് ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിന് പകരമായിട്ട് നമ്മൾ കുറെ കൂടി കാം ആണ്, നമ്മൾ കുറെ കൂടി ഫ്ലെക്സിബിൾ ആണ്. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ നമ്മൾ തയ്യാറാവുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽ, നമ്മളുടെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ എന്നൊക്കെ പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അപ്പോ ടു ബി ഹാപ്പി ബിക്കം ലെസ് റിയാക്റ്റീവ് ആൻഡ് മോർ റെസ്പോൺസീവ്. അവിടെ നമ്മൾ ഈ റിയാക്റ്റീവ് മോഡ് ഒന്ന് മാറ്റിക്കൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ് മോഡ് ഒന്ന് മാറ്റിക്കൊണ്ട് നമ്മൾക്ക് റെസ്പോൺസീവ് മോഡിലേക്ക് മാറാം. അതായിരിക്കും ഹാപ്പിനെസ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മോഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ലവ് യുവർ വർക്ക്. ലവ് യുവർ വർക്ക്. നിങ്ങൾ ചെയ്യുന്ന ജോലി അതെന്തോ ആവട്ടെ, നിങ്ങൾ ചെയ്യുന്ന ജോലി എന്നുള്ളത് ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ടാണോ, അതല്ല നിങ്ങളൊരു വീട്ടമ്മയാണോ, അതല്ല നിങ്ങൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുവാണോ, എന്തിനാണെങ്കിലും ലവ് യുവർ വർക്ക്. ഡൂയിങ് വാട്ട് യു ലൈക്ക് ഇസ് ഫ്രീഡം, ബട്ട് ലൈക്കിംഗ് വാട്ട് യു ഡു ഇസ് ഹാപ്പിനെസ്. യെസ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ അതിന് നമ്മൾ ഹാപ്പിനെസ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ദിവസത്തിൽ കുറേ സമയം നമ്മൾ ചെലവാക്കുന്നത് നമ്മുടെ വർക്ക് പ്ലേസിലാണ്, അല്ലെങ്കിൽ നമ്മുടെ വർക്കിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ വർക്ക് ഫ്രം ഹോം ആണെങ്കിലും എങ്ങനെയായിരുന്നാലും നമ്മളുടെ ദിവസത്തിന്റെ നല്ല ഒരു ഭാഗം നമ്മൾ മാറ്റിവെക്കുന്നത് നമ്മളുടെ വർക്കിന് വേണ്ടിയിട്ടാണ്. So one of the timeless secrets to a long happy life is to love your work. നിങ്ങളുടെ ജോലി ഇഷ്ടപ്പെടുക. അതിനിപ്പോ ചരിത്രത്തിലായാലും നമ്മളുടെ ദൈനംദിന ജീവിതത്തിലായാലും ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കുന്ന മിക്ക ആളുകളും അവരവരുടെ ഉപജീവനത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ ചെയ്തിരിക്കുന്ന ഒരു ജോലി അവരത് ഏറെ ഇഷ്ടപ്പെടുന്നു. ഒരു സൈക്കോളജിസ്റ്റ് വേറ ജോൺ സ്റ്റെയ്നർ, അദ്ദേഹം ഒരു 100 ക്രിയേറ്റീവ് പീപ്പിളിൽ നടത്തിയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ക്രിയേറ്റീവ് ആയിട്ടുള്ള 100 ആളുകളിൽ, ക്രിയേറ്റീവ് ആയിട്ടുള്ള ആ 100 ആളുകളിലും ഏറ്റവും കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് എല്ലാവർക്കും അവരുടെ ജോലിയോട് അമിതമായിട്ടുള്ള ഒരു പാഷനാണ്. അവരവരുടെ ജോലിയോടുള്ള അമിതമായിട്ടുള്ള ഒരു പാഷൻ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ദിവസം നിങ്ങളുടെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ജോലിക്ക് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്ത് അവിടെ നിങ്ങൾ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് ചെയ്ത് വിജയിക്കുമ്പോൾ, ഇനി നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിൽ പോയിട്ട് നല്ല ഒരു വെക്കേഷൻ സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ എനർജിയും ഉന്മേഷവും ആ ഒരു വർക്ക് പ്ലേസ്, നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ സ്പിരിറ്റ്സ് എല്ലാം ഊർജ്ജസ്വലമാക്കാൻ ഏത് രാജ്യത്തിന്റെ ഏത് കോണിൽ പോയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു വെക്കേഷനേക്കാളും സഹായിക്കും എന്നുള്ളതാണ് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഏറ്റവും കൂടുതൽ നമ്മളുടെ ലൈഫിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ലവ് യുവർ വർക്ക്. തോമസ് എഡിസൺ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഐ നെവർ ഡിഡ് എ ഡേയ്സ് വർക്ക് ഇൻ മൈ ലൈഫ്, ഇറ്റ് വാസ് ഓൾ ഫൺ എന്നുള്ളതാണ്. സോ നിങ്ങൾ നിങ്ങളുടെ ജോലിയെ ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ കണ്ടെത്തുന്നത് യു വിൽ നെവർ ഹാവ് ടു വർക്ക് അനദർ ഡേ ഇൻ യുവർ ലൈഫ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു ദിവസം വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. യു ആർ എൻജോയിങ് യുവർ ജോബ്. ഓരോ നിമിഷവും നിങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന ജോലി അതിനി എന്ത് ജോലി തന്നെ ആയാലും അത് ഏറ്റവും ഇഷ്ടപ്പെട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓർഗനൈസേഷനോ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അവരെ മാത്രമല്ല നിങ്ങൾ സെർവ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ഗിഫ്റ്റ് യു ഗിവ് യുവർ സെൽഫ്. നിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമാണത്. നമ്മളുടെ ജോലിയിൽ നമ്മൾ എക്സൽ ചെയ്യുമ്പോൾ ഇറ്റ് ഗിവ്സ് പേഴ്സണൽ റെസ്പെക്ട്. നമുക്ക് നമ്മളോട് തന്നെ ഒരു മതിപ്പ്, ഒരു അഭിമാനം, അല്ലെ? നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് അപ്പോൾ ഒന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറുകയാണ്. സോ ടു ബി ഹാപ്പി, ലവ് യുവർ വർക്ക്. നിങ്ങൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലി ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുക. പിന്നെ ദ പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള, നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ചു തന്നിട്ടുള്ള നിങ്ങളുടെ അനുഗ്രഹങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ കുറച്ച് സമയം കണ്ടെത്തുക.
ദിസ് ക്യാൻ ഹെൽപ്പ് യു ഷിഫ്റ്റ് ഫ്രം യുവർ നെഗറ്റീവ്. നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സിൽ നിന്നും പോസിറ്റീവ് തോട്ട്സിലേക്ക് നിങ്ങളുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഇത് വളരെയേറെ സഹായിക്കും. സോ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. എൻഡ് ഈച്ച് ഡേ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങളുടെ എല്ലാ ദിവസവും നിങ്ങൾക്ക് അന്ന് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിച്ച് അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് നൽകിക്കൊണ്ട് നിങ്ങളുടെ എല്ലാ ദിവസവും ഒന്ന് എൻഡ് ചെയ്ത് നോക്കൂ. ഇറ്റ് ക്യാൻ വർക്ക് വണ്ടേഴ്സ്. എൻഡ് ഈച്ച് ഡേ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ജീവിതം കൂടുതൽ മനോഹരമാക്കാനാണ് സഹായിക്കുന്നത്. ഏറ്റവും സന്തോഷകരമാക്കാൻ, ഏറ്റവും മനോഹരമാക്കാൻ സഹായിക്കും. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇമോഷനാണ്. നമ്മളുടെ ജീവിതത്തെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള, നമ്മൾക്ക് ഏറെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഇമോഷൻ. ഏത് വിഷമഘട്ടത്തിലും നമ്മുടെ ഈ നിമിഷത്തിൽ ഫോക്കസ് ചെയ്യാൻ, നമ്മുടെ ഇന്നിൽ ഫോക്കസ് ചെയ്യാൻ, ടു ഫോക്കസ് ഇൻ ദ പ്രസന്റ് മൊമെന്റ്, ഇപ്പോഴത്തെ ഈ ഒരു മൊമെന്റിൽ ഫോക്കസ് ചെയ്യാനും നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങളെ അപ്രിഷിയേറ്റ് ചെയ്യാനും അത് നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിന് തന്നെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഡിപ്രഷൻ കുറയ്ക്കാനും ആങ്സൈറ്റി കുറയ്ക്കാനും അതുപോലെ സ്ട്രെസ് കുറയ്ക്കാനും ഒക്കെ ഏറെ സഹായിക്കുന്നുണ്ട് എന്നാണ് റിസർച്ചുകൾ കാണിക്കുന്നത്. സോ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. എന്നാൽ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണോ, കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ? അഫ്കോഴ്സ് യെസ്. നമ്മൾ നല്ല നല്ല ഭക്ഷണശീലങ്ങൾ, നമ്മുടെ ഭക്ഷണശീലങ്ങൾ ശരിയല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഭക്ഷണശീലങ്ങൾ മാറ്റുന്നില്ലേ? നമ്മൾ എക്സസൈസ് ചെയ്യുന്നില്ലേ? നമ്മളുടെ മെഡിറ്റേഷൻ എല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പഠിച്ചെടുക്കുന്നില്ലേ? അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് എ പ്രാക്ടീസ്. ഇറ്റ് ക്യാൻ ബി കൾട്ടിവേറ്റഡ്. ചില ആളുകൾ, അതായത് നമ്മൾ ഒരു റോസാപ്പൂവ് കാണുമ്പോൾ അയ്യോ ഈ റോസാപ്പൂക്കളിൽ മുള്ളുണ്ടല്ലോ എന്ന് നമുക്ക് പറയാം അല്ലെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷമിക്കാം. അതിനു പകരം ഈ മുള്ളുകളുടെ ഇടയിൽ ഒരു റോസാപ്പൂവ് ഉണ്ടല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് നമുക്ക് സന്തോഷിക്കുകയും ചെയ്യാം. സോ അത് നമ്മളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിന്റെ ആ ഒരു ഡിഫറൻസ് ആണ്. റോബർട്ട് ബ്രോൾട്ട് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുള്ളത്, എൻജോയ് ദ ലിറ്റിൽ തിങ്സ്, ഫോർ വൺ ഡേ യു മേ ലുക്ക് ബാക്ക് ആൻഡ് റിയലൈസ് ദേ വെയർ ദ ബിഗ് തിങ്സ്. ഇന്ന് നമുക്ക് ചെറുത് എന്ന് തോന്നുന്ന പല കാര്യങ്ങളും, ഇന്ന് നമുക്ക് വളരെ ചെറുതായിട്ട് തോന്നുന്ന പല കാര്യങ്ങളെയും നമ്മൾ എൻജോയ് ചെയ്യാതെ പോകുന്ന പല കാര്യങ്ങളും പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ എത്ര വലിയ കാര്യങ്ങളായിരുന്നു എന്നുള്ളത് നമ്മൾ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് അനുഗ്രഹിച്ചു കിട്ടിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായാൽ കൂടി എൻജോയ് ദ ലിറ്റിൽ തിങ്സ്. ഫോർ വൺ ഡേ യു മേ ലുക്ക് ബാക്ക് ആൻഡ് റിയലൈസ് ദേ വെയർ ദ ബിഗ് തിങ്സ്. സോ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യുന്നു. നമ്മുടെ ലൈഫ് ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് സോഷ്യൽ കണക്ഷൻസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്സിന്റെ റോൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. സ്ട്രോങ് സോഷ്യൽ കണക്ഷൻസ് ഉള്ളത് കൊണ്ട് മാത്രം ഒരാൾ ഹാപ്പി ആയിട്ട് ഇരിക്കും എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഗുഡ് സോഷ്യൽ കണക്ഷൻസ് ഉള്ള ഒരാൾക്ക് ഒരു ഹാപ്പി ലൈഫ് നയിക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല, തർക്കമൊന്നും ഇല്ലാത്തൊരു കാര്യമാണത്. ഈ ഗുഡ് സോഷ്യൽ കണക്ഷൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ആരോഗ്യത്തിന്, നമ്മളുടെ സെൽഫ് വർത്ത് ഇൻക്രീസ് ചെയ്യാനാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ് ഗിവ്സ് us എ ഫീലിംഗ് ഓഫ് എ സെക്യൂരിറ്റി. റിലേഷൻഷിപ്സ് നമുക്ക് നൽകുന്ന ഒരു സെക്യൂരിറ്റി ഉണ്ടല്ലോ, നമുക്ക് നൽകുന്നത് നമ്മൾ ആരൊക്കെയോ ആണ് എന്നുള്ള ഒരു തോന്നൽ, അത് നമുക്ക് നൽകുന്ന ആ ഒരു സെക്യൂരിറ്റി ഉണ്ടല്ലോ, അത് മറ്റൊന്നിനും ഈ ലോകത്ത് നൽകാൻ കഴിയാത്തതാണ്. അതാണ് റിലേഷൻഷിപ്സിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത്. നിങ്ങൾ ഇനി എത്ര ഹയർ പൊസിഷനിലുള്ള ഒരു പ്രൊഫഷനിൽ ഇരിക്കുന്ന ആളായിരുന്നാലും, നിങ്ങൾ ഫിനാൻഷ്യലി എത്ര സൗണ്ട് ആയാലും, അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് നിങ്ങളുടെ സങ്കടങ്ങൾ പങ്കുവയ്ക്കാൻ, നിങ്ങളുടെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കാൻ, നിങ്ങളുടെ വിജയങ്ങൾ, ചെറിയ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കാൻ നിങ്ങളുടെ കൂടെ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഒരു വലിയ സീറോ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. യു ബിക്കം എ ബിഗ് സീറോ. നമ്മളുടെ വിജയങ്ങൾ ആഘോഷിക്കാനൊക്കെ നമുക്ക് ആരും ഇല്ലാത്തൊരവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സങ്കടങ്ങൾ ഷെയർ ചെയ്യാൻ, സന്തോഷങ്ങൾ ഷെയർ ചെയ്യാനൊക്കെ ആരും ഇല്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പൊ റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത്, ഗുഡ് റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ നീഡാണ്. നമ്മളുടെ ഇന്നത്തെ ഒരു ഹ്യൂമൻ ലൈഫിന്റെ ഒരു ക്രൂഷ്യൽ നീഡ് തന്നെയാണ്. അതായത് നിങ്ങൾക്ക് വലിയൊരു വീടുണ്ട്, പക്ഷെ നിങ്ങളെ ആ ഒരു 4 ചുവരുകൾക്കുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളെ മുഴുവനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുമോ? നിങ്ങൾക്ക് ഒരു മെന്റൽ സപ്പോർട്ട് തരാൻ ആ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു മെറ്റീരിയലിന് സാധിക്കുമോ? അതിനൊക്കെയാണ്, അവിടെയൊക്കെയാണ് നമ്മൾ റിലേഷൻഷിപ്സിന്റെ ഒരു വാല്യൂ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. സ്നേഹിക്കാനും അതുപോലെ തന്നെ സ്നേഹിക്കപ്പെടാനും ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവും എന്ന് കരുതുന്നില്ല.
നിങ്ങൾക്കൊരു ലക്ഷറി വീടുണ്ട്, പക്ഷെ അവിടെയുള്ള ആളുകൾ തമ്മിൽ ഒരു തരത്തിലും ഒരു എന്താ പറയാ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ തന്നെ ആർക്കും തോന്നില്ല. നേരെ മറിച്ച് ചെറിയൊരു വീടാണെങ്കിലും അവിടുത്തെ കുടുംബാംഗങ്ങൾ തമ്മിൽ സ്നേഹത്തോടെയൊക്കെയാണ് കഴിയുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെയും എത്രയും വേഗം നമ്മളുടെ ഫാമിലിയിലേക്ക് എത്തിച്ചേരാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോ സോഷ്യൽ റിലേഷൻസ് അല്ലെങ്കിൽ സോഷ്യൽ കണക്ഷൻസിന്റെ റിലേഷൻഷിപ്സിന്റെ വാല്യൂ നമ്മൾ തീർച്ചയായിട്ടും, നല്ല സോഷ്യൽ റിലേഷൻസിന്റെ വാല്യൂ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. സോ ഫോസ്റ്റർ ഗുഡ് സോഷ്യൽ റിലേഷൻസ്. പിന്നെ ഫിസിക്കൽ വെൽബീയിങ്, നമ്മൾ എത്ര പേര് നമ്മളുടെ ഫിസിക്കൽ വെൽബീയിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? ഒരു ചെറിയ തലവേദന വന്നാൽ മതി. ഇപ്പൊ ഈ ഒരു ട്രെയിനിങ് സെഷൻ ആയാലും ഇത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു തലവേദന ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ടക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോ എന്തിനൊരു ചെറിയ ജലദോഷം വന്നാൽ മതി, നമ്മളുടെ ആ ഒരു ദിവസത്തെ ആ ഒരു ഡെയിലി റുട്ടീൻ തന്നെ ആകെ മാറും. അപ്പൊ അത്രത്തോളം നമ്മളെപ്പോഴും പറയാറുണ്ടല്ലേ, ഒരു ഹെൽത്തി മൈൻഡ് ഡ്വെൽസ് ഇൻ എ ഹെൽത്തി ബോഡി എന്നുള്ളത്. ഒരു ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാവൂ എന്നുള്ളത്. കുറെ കാര്യങ്ങൾ നമ്മളുടെ കൺട്രോളിലല്ല. നമുക്ക് ചുറ്റും സംഭവിക്കുന്ന പല കാര്യങ്ങളും നമ്മളുടെ കൺട്രോളിലല്ല. പക്ഷേ നമ്മളുടെ ശരീരം അല്ലെങ്കിൽ നമ്മളുടെ ഫിസിക്കൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ നമ്മളുടെ കൺട്രോളിലുള്ള കാര്യങ്ങളാണ്. അതിന് മുകളിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ശാരീരികമായിട്ട് ഫിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ മെന്റൽ ഹെൽത്തിനെ, നമ്മളുടെ റിലേഷൻഷിപ്സിനെ, നമ്മളുടെ കരിയറിനെ എല്ലാം ബാധിക്കും എന്നുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് ശ്രദ്ധ ചെലുത്താൻ പറ്റുന്നത് നമ്മുടെ ഡയറ്റ്, നമ്മുടെ ഫിസിക്കൽ എക്സസൈസ്, നമ്മുടെ ഉറക്കം, ഇതെല്ലാം നമ്മളുടെ ഒരു മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യമായിട്ട് വളരെ ഇന്റർ റിലേറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ആരോഗ്യമുള്ള ഒരു ബാലൻസ്ഡ് ലൈഫ്, കുറച്ച് സമയം എക്സസൈസിന് വേണ്ടിയിട്ട് നല്ല ശരിയായ രീതിയിലുള്ള ഭക്ഷണശീലം, ശരിയായ രീതിയിലുള്ള ഉറക്കം, ഇതൊക്കെ നമ്മുടെ കൺട്രോളുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഫിസിക്കൽ വെൽബീയിങ്ങിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് തന്നെയാണ്. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീപ് ലേണിംഗ് ആൻഡ് ഗ്രോയിങ്. എന്നും നമ്മളെല്ലാം ലൈഫ് ലോങ് ലേണേഴ്സ് ആയിട്ടിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്റ്റീവ് ആയിട്ടിരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ ഇമോഷൻസ് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ്. സന്തോഷത്തിലേക്കുള്ള ഒരു വഴി എന്ന് പറയുന്നത് തന്നെ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക, നിരന്തരം വളർന്നുകൊണ്ടിരിക്കുക, നമ്മൾ തന്നെ ദിവസം ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കാര്യം നമ്മൾ അക്കംപ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയതായിട്ടുള്ള ഒരു ചലഞ്ച് നമ്മളെ തന്നെ സ്വയം ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. പുതിയതായിട്ട് നമ്മളൊരു കാര്യം പഠിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ഏത് പ്രായത്തിലുള്ള ആളുകളും ആയിക്കോട്ടെ, നമുക്ക് തന്നെ ഒരു സന്തോഷം, ഒരു അഭിമാനം, നമ്മളെ കുറിച്ച് ഒരു മതിപ്പ്, അതൊക്കെ ഉണ്ടാവുന്നല്ലേ. ഇറ്റ് ഇൻക്രീസസ് അവർ സെൽഫ് എസ്റ്റീം അല്ലെ. നമ്മുടെ മനസ്സ്, ബ്രെയിൻ എല്ലാം ഒന്നും കൂടി പ്രവർത്തിക്കുകയാണ് അല്ലെ. ഇന്ന് നമുക്ക് അറിവ് അല്ലെങ്കിൽ നോളജ് കിട്ടാനായിട്ട് ഇന്ന് അറിവ് നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെയുണ്ട്. നമ്മൾ എത്ര സമയം യൂട്യൂബിലോ ഇൻസ്റ്റയിലോ ഒക്കെ റീൽസ് കണ്ടിട്ടൊക്കെ കളയുന്ന സമയങ്ങളുണ്ട്. എന്നാല് നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെയുള്ള ഈ ഒരു അറിവ് നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അല്ലെ, അത് ഉപയോഗിക്കാൻ തയ്യാറാവാത്തവർ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു, ഇന്ന് നമ്മൾ എവിടെ നിൽക്കുന്നു, അതിൽ നിന്നും ഒരു മാറ്റവും ഇല്ലാതെ നമ്മൾ അവിടെ തന്നെ തുടരും. നമുക്ക് ഒരു പുരോഗതിയും നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. എന്നാൽ പുതിയ കാര്യങ്ങൾ, പുതിയ സ്കിൽസ് അത് നമ്മൾ ആർജിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതിയ അവസരങ്ങളാണ് നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുന്നത്. നമുക്ക് പുതിയ ഐഡിയാസ് ആണ് ലഭിക്കുന്നത്. നമ്മൾ എന്നും റിഫ്രഷ്ഡ് ആയിരിക്കും അല്ലെ. നമ്മൾ കണ്ടിട്ടുണ്ട് എന്നും ആക്റ്റീവായിട്ട് ഇരിക്കുന്ന രാഷ്ട്രീയക്കാരൊക്കെ എത്ര പ്രായമായി കഴിഞ്ഞാലും അവരുടെ ഒരു പ്രായമൊന്നും അവരെ ബാധിക്കുന്നില്ല അല്ലെ. എത്ര ആക്റ്റീവായിട്ടാണ് അവരൊക്കെ ഇരിക്കുന്നത്. അപ്പൊ എന്നും ആക്റ്റീവായിട്ട്, എന്നും എനർജൈസ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് കീപ് ലേണിംഗ് ആൻഡ് ഗ്രോയിങ്, കീപ് ലേണിംഗ് ആൻഡ് ഗ്രോയിങ്. സോ നമ്മൾ നേരത്തെ അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ നമ്മൾ ഹാപ്പിയാണ് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ലീഡിങ് എ ഹാപ്പി ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഡിഫിക്കൽട്ട്. പക്ഷേ ഷോ ഓഫ് എന്ന് പറയുന്നത്, ഡോണ്ട് ഷോ ഓഫ്. ഷോ ഓഫിന്റെ ആവശ്യമില്ല. നമ്മുടെ ഇന്നർ, നമ്മളുടെ മനസ്സ്, നമ്മൾ എന്നും ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മൾ ഹാപ്പി ലൈഫാണ് ലീഡ് ചെയ്യുന്നത് എന്ന് മറ്റുള്ളവരെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് അത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അപ്പോൾ ലെറ്റ് മീ റിപ്പീറ്റ് വാട്ട് ഐ ഹാവ് ഓൾറെഡി സെഡ്. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഫോർ എ ഹാപ്പി ലൈഫ്, ഡോണ്ട് ഷോ ഓഫ്. ലേൺ എവറി ഡേ, പ്രാക്ടീസ് gratitude, help others,
Ignore other people's judgments. മറ്റുള്ളവരുടെ judgments നമുക്ക് മാറ്റാം. Cultivate a positive mindset. ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യേണ്ടത്. Become less reactive and more responsive. Love your work. അപ്പോ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് that is a choice. Nothing will make you happy until you choose to be happy. ഹാപ്പി ആയിരിക്കണം എന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അല്ലാതെ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കുന്നില്ല. Happiness is a choice. Let me repeat, happiness is a choice. So cut the excuses. Keep working on your mindset. 2024 would be yours. Thank you. Thank you, Son Trainer Ramya Madam. A wonderful gift for us today morning. Feedback. രമ്യ Yes, madam. വളരെ നല്ല ഒരു സെഷനാണ്. വളരെ വാല്യബിൾ ആയിട്ടുള്ള 10 പോയിന്റ്സ്. നമ്മൾ ഹാപ്പി ആയിരിക്കാൻ, ഹാപ്പിനെസ് ഇസ് അവർ ചോയ്സ്. തീർച്ചയായും അതെ. നമ്മൾ ഹാപ്പി ആയിരിക്കാൻ നമ്മൾ തന്നെ തീരുമാനിക്കണം. നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. അത് മറ്റാരും എവിടെ നിന്ന് കൊണ്ടുതരാൻ കിട്ടാത്ത കാര്യങ്ങളാണ്. നമ്മൾ തന്നെ എപ്പോഴും ശ്രമിക്കണം. അതിനുള്ള 10 പോയിന്റ്സ്, ആ ഹാപ്പിനെസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള 10 പോയിന്റ്സ്, വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് വളരെ എനർജറ്റിക് ആയി നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Thank you so much. ജുനൈ സർ എന്താ പറയണ്ടേ? ഇനി ആരെങ്കിലും ഉണ്ടോ ഫീഡ്ബാക്ക് പറയാൻ? ആക്ച്വലി സാർ ഞാൻ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണ്, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. ഓഡിബിൾ ആണോ? യെസ്, ഓഡിയബിൾ ആണ്. മാഡം, അത് വളരെ വളരെ നല്ല വോയിസ് മോഡുലേഷൻ, നല്ല കണ്ടന്റ്. ഐ മീൻ മാഡം വർക്ക്ഔട്ട് ചെയ്ത് തന്നെ കാണാൻ പറ്റും. കാരണം ഒരു 30 മിനിറ്റ്സിനുള്ളിൽ അല്ലെങ്കിൽ 25 മിനിറ്റ്സിനുള്ളിൽ ഇത്രയും ഇതിനെ വൈഡായിട്ട് എത്ര വേണേലും നീട്ടിക്കൊണ്ടുപോകാം. മാഡത്തിന്റെ ഓരോ സെലക്ഷൻ അല്ലെങ്കിൽ അതിനെ സമ്മറൈസ് ചെയ്ത രീതിയോ കാണുമ്പോഴേ. Thank you, sir. Thank you so much. Okay. I request to Son Trainer Soumya to propose her vote of thanks. Thank you, Chairman, for the privilege. Happy morning, all. There is no path to happiness. Happiness is the path, says Buddha. First of all, I would like to congratulate Ramya Prakash ma'am. Ma'am, excellent session. Within time, happiness നമ്മുടെ ചോയ്സ് ആണ്. അത് ആരും നമുക്ക് തരില്ല, നമ്മളാണ് അത് ഫൈൻഡ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു തോട്ട് പ്രൊവോക്കിംഗ് സെഷൻ ആയിരുന്നു ഇന്നത്തെ. എല്ലാവരും അത് ഉൾക്കൊണ്ടുകൊണ്ട് ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കുക. Be happy always. First of all, I would like to extend my gratitude to our chairman of today's program, JFM Subhash Nair sir. Thank you, sir. With immense pleasure, I would extend my sincere gratitude to our great trainer, JCHGF Ramya Prakash ma'am. Thank you so much, ma'am. I would like to extend my gratitude to our Iron Lady of Zone 28, ZP, PPP, KS Chitra ma'am, SETI training, Dr. Hisham Haider sir, and all other trainers present over here, and ZGB members too. I extend my sincere thanks to all participants here. Thank you all once again. JJCI, be better. Have a nice day. Thank you. Thank you, Soumya Madam. The 7 AM morning drive online program is hereby adjourned, and have a good day to all JC and non-JC members. Thanks once again.